സർ, ഇപ്പോ ട്രംപ് വെടിനിർത്തൽ നീട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇറാൻ സമാധാന ചർച്ചയ്ക്കൊട്ട് സമ്മതം മൂളുന്നുമില്ല. അപ്പോ ട്രംപ് വലിയൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെ? ഗതികെട്ട അവസ്ഥയിലേക്കെന്നുള്ള നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മളത് പറയേണ്ട കാര്യമില്ല അർജുൻ. ഇപ്പൊ അവരുടെ ഡെമോക്രാറ്റ്സ്, അവിടുത്തെ അമേരിക്കയിലെ മറ്റു പ്രതിപക്ഷ കക്ഷിയായിട്ട് നിൽക്കുന്നവരാണല്ലോ. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും ആണുള്ളത്. ഡെമോക്രാറ്റ് അവര് ശക്തിയുള്ള പാർട്ടികൾ തന്നെയാണ്. അവിടുത്തെ ജനങ്ങളുടെ വലിയ പിന്തുണയുള്ള സംവിധാനമാണ്. അതിനകത്തിൽ റിപ്പബ്ലിക്കൻസ് ആണ് ഇപ്രാവശ്യം ഭരണം നേടിയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ ട്രംപ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഡെമോക്രാറ്റ്സിന്റെ പ്രസ്താവന വന്നിട്ടില്ല. അവരുടെ നേതാവായ ഹക്കിം ജെഫ്രീസിന്റെ പ്രസ്താവന വന്ന് കണ്ടില്ലേ? അവര് പറയാണ്, അമേരിക്കക്കാരൻ, അവിടുത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് പറയുകയാണ്, ട്രംപ് കാണിച്ചിരിക്കുന്നത് അനാവശ്യമാണ്. അമേരിക്കയുടെ സമ്പത്ത് എടുത്തുകൊണ്ട് ലോകരാജ്യങ്ങളോടൊക്കെ യുദ്ധം ചെയ്യാൻ, പ്രത്യേകിച്ച് ഇറാനോട് യുദ്ധം ചെയ്യാൻ പോയത് അനാവശ്യമാണ്. എത്ര കോടിക്കണക്കിന് ഡോളറാണ് ഇയാൾ കളയുന്നത്? കോടിക്കണക്കിന് ഡോളർ. ഇത് അമേരിക്കൻ ജനതയ്ക്ക് ഫലപ്രദമായി മറ്റു കാര്യങ്ങൾക്ക് അവരുടെ ജനങ്ങളുടെ ക്ഷേമത്തിനൊക്കെ ഉപയോഗിക്കേണ്ട ഈ പണം എടുത്തിട്ട് ഇയാൾ കൊണ്ട് ഗൾഫ് മേഖലയിൽ കൊണ്ടുവന്ന് പിടിച്ചു കളയുന്നു. ആർക്ക് വേണ്ടി? അതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ആർക്ക് വേണ്ടിയാണ് ഈ പണം ചെലവാക്കുന്നത്? ഈ കോടിക്കണക്കിന് ഡോളർ എന്തിനാ ആർക്ക് വേണ്ടി ചെലവാക്കുന്നതാണ്? മറ്റാർക്കോ വേണ്ടി, ഇസ്രായേലിന് വേണ്ടി. അല്ലാതെ ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയാണോ? ഈ യുദ്ധം കൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് നേട്ടം ഉണ്ടാകും? ന്യായമായ ചോദ്യമാണ്. അവര് പറയുന്നവരാണ്, അത് സ്വന്തം വീട് നന്നാക്കാൻ കൊണ്ടുവരാത്തവനാണോ നാട് നന്നാക്കാൻ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അല്ലേ? അമേരിക്ക നമ്മൾ ഒരു കാലത്ത് ശരിയാണ്, അവർ വലിയ പവറാണ്, ഇപ്പോഴും പവറൊക്കെ തന്നെയാണ്. സാമ്പത്തികപരമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളിലും സൈനികപരമായിട്ടും ലോകത്തിലെ ഒന്നാം ശക്തി തന്നെയാണ് അവര്. കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തിലുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് പലതും പുറത്ത് കാണുന്നില്ല. അവരുടെ ഒരു വലിയ ശക്തി കൊണ്ടും, അല്ലെങ്കിൽ ഈ മാതിരിയുള്ള ചില പിടിച്ചെടുക്കൽ, വെനിസ്വേല പോലെയുള്ള രാജ്യങ്ങളെ പിടിച്ചെടുത്തിട്ട് പെട്ടെന്ന് റിക്കവർ ചെയ്യുക, അല്ലെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഫൈന്, നികുതി തീരുവ കൂട്ടിയിട്ട് കച്ചവടത്തിനകത്ത് ചില ഗിമ്മിക്കുകൾ കാണിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മറയ്ക്കാൻ പറ്റുന്നുണ്ട്. അമേരിക്കൻ എക്കോണമിയെ ഒന്നാം നിലയിലേക്ക് അതിനെ ഡോളറിനെ ശക്തിയാർജിച്ചൊക്കെ ഒക്കെ നിർത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ രാജ്യത്തിനകത്ത് വലിയ പ്രശ്നമാണ്, ജനങ്ങൾക്കിടയിൽ വലിയ അസംതൃപ്തിയാണ്. എന്തിനാണ് ഇത്രയും പണം കൊണ്ട് ചെലവാക്കുന്നത്? അനാവശ്യമായിട്ട് എന്തിനും അത്രയും പണം ചെലവാക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്ന് ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് നേരിടുക. എങ്കിലും അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്, ഇപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. ഇപ്പൊ എന്തായാലും ഒരു സമാധാനകരമായ ഒരു കാര്യം ഇന്നിപ്പോ നേരം വിളക്കുന്ന സമയത്ത് അവിടെ വീണ്ടും അദ്ദേഹം കൊടുത്തിരുന്ന ഡെഡ് ലൈൻ അവസാനിക്കുകയായിരുന്നു. വീണ്ടും നിങ്ങൾ ഇറാൻ ചർച്ചയ്ക്ക് വന്ന് സമാധാനം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോർമസ് കടലെടുത്ത് തുറന്നില്ലെങ്കിൽ ഞാൻ ഇറാനിൽ ബോംബിടുമെന്നാണ് പറഞ്ഞത്. ബോംബ് എന്തായിരിക്കും നമുക്കറിയാമല്ലോ. എന്ത് ബോംബാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എന്തും ചെയ്ത് കളയും എന്ന് പറഞ്ഞതുപോലെ ഏത് തരം ബോംബിടാനാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ഇറാനിൽ ഞാൻ ബോംബിടുമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ വീണ്ടും ലോകത്തെ ഭയങ്കര ആശങ്കയുടെ മുന്നിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. പക്ഷെ ഇന്നലെ വെളുപ്പിന്റെ സമയം അവസാനിച്ചോടുകൂടി അതിന് ശേഷം ഇത് അടുത്ത പ്രസ്താവന നേരം വിളക്കുമ്പോൾ വന്നിട്ടുണ്ട്. തൽക്കാലം ഇറാനുമായിട്ടുള്ള ഈ വെടിനിർത്തൽ കുറച്ചുകൂടെ നീട്ടിയിരിക്കുന്നു, അതിന്റെ സമയം ദീർഘിപ്പിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം കൊടുക്കുന്ന കാഴ്ചമായി 2 ആഴ്ചയാണ്. ഇതിന്റെ സമയം കൃത്യമായിട്ട് വന്നില്ല. ചിലപ്പോൾ 2 ആഴ്ചത്തേക്ക് ആയിരിക്കാം. 2 ആഴ്ചക്കൂടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അടങ്ങിയിരിക്കാം. അതിനിടയിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം JD വാൻസ് വരും, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വരും. ഇസ്ലാമാബാദില് ആദ്യഘട്ട ചർച്ച അത് പരാജയപ്പെട്ടു പോയി. പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊന്നും ഇറാൻ അംഗീകരിച്ചില്ല. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം, അതേപോലെ തന്നെ അത് തിരിച്ച് അമേരിക്കയ്ക്ക് കൊടുക്കണം, അതുപോലെ ഹോർമോസ് കടലെടുക്ക് സ്വതന്ത്രമായിട്ട് തുറന്നു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കുറെ ആവശ്യങ്ങൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ട് ഒന്നും ഇറാൻ സമ്മതിച്ചില്ല. അവര് പറഞ്ഞു, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനം, അവരുടെ ഏറ്റവും വലിയ ആയുധം മറ്റ് രാസായുധങ്ങളെക്കാട്ടിലോ അല്ലെങ്കിൽ ആണവായുധങ്ങളെക്കാട്ടിലോ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ ഹോർമസ് കടലെടുക്കാണ്. ആ കടലെടുക്ക് വെച്ച് അവർ കളിക്കുന്നത് അല്ലേ? നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന UAE അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, GCC രാഷ്ട്രങ്ങൾക്ക് വ്യവസായം വാണിജ്യം നടത്തേണ്ട പ്രധാനപ്പെട്ട കനാലാണ് അല്ലെ? ആ കടലെടുക്കാണ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കൻ കപ്പൽപ്പട വന്നതിന്റെ വാതിക്കലൊക്കെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആരും അതിലെ ഒരു കപ്പലും പോകുന്നില്ല. ചുരുക്കത്തിൽ അതാണ്, അമേരിക്കയുടെ കപ്പലിന്റെ കാവലുണ്ടെന്ന് കരുതിയിട്ട് ആർക്കാ അതിലെ ധൈര്യപ്പെട്ട് കപ്പൽ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുന്നത്? ഒരു ചരക്ക് കപ്പലും വരുന്നില്ല, ഒരു എണ്ണക്കപ്പലും വരുന്നില്ല. അപൂർവമായിട്ട് ചിലതിനൊക്കെ സ്പെഷ്യൽ പെർമിറ്റ് കിട്ടി വന്നതാണ്.
നമ്മുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായില്ലേ? നമ്മുടെ കപ്പലിന് നേരെ ഇന്ത്യൻ പതാകയുള്ള 2 കപ്പലിന് നേരെ ആക്രമണം ഇറാൻ. അതാണ് റവല്യൂഷണറി ഗാർഡ്, അവരാണ് ഇപ്പൊ ആക്രമണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പം ശരിക്കും അധികാരം അവരിലേക്ക് മാറിയിരിക്കുകയാണ്, ഇറാൻ റവല്യൂഷണറി ഗാർഡിലേക്കാണ്. അവരാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റേ സിവിൽ ഭരണം ഇവർ ഈ ആത്മീയ മത നേതാക്കളുടെ എത്ര കണ്ടാലും അത് റോളുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. അവരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സമാധാന ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമതും ചർച്ചയ്ക്ക് വരണം. ഇസ്ലാമാബാദിൽ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണം. പാകിസ്ഥാനാണല്ലോ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത്. വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബോംബിട്ട് കളയുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇന്നലെ രാത്രിയിൽ നേരത്തെ വന്നിരുന്ന പ്രസ്താവന വന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇസ്ലാമാബാദിലേക്ക് വരുന്നുണ്ട്, ഇറാന്റെ ആരെങ്കിലും ഒക്കെ വരുമെന്നായിരുന്നു. പക്ഷെ ഇറാൻ പെട്ടെന്ന് നിഷേധിച്ചു. അവർ പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്താൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം, കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകണം. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഈ പ്രധാനപ്പെട്ട 2-3 ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കാനേ പോകുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ യുറേനിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുടക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു അംഗീകാരത്തിന് ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ അത് അംഗീകരിക്കത്തുമില്ല. പിന്നെന്തിനാ ചർച്ച ചെയ്യുന്നത്? പിന്നെ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമോ? അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനെ വരുമ്പോ ട്രംപിന്റെ ഭീഷണിയെ പേടിച്ചിരുന്ന ആളുകൾ പേടിച്ചിരുന്നു. ഇയാൾ ഇന്ന് രാത്രിയിലെങ്ങാനും ഇത് കഴിഞ്ഞാൽ വല്ല ബോംബിടുവോ ഒക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നിടുവോ ഒക്കെ ചെയ്യുന്ന ലോകം ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഒന്നുമില്ല, വീണ്ടും നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ എന്ത് പറ്റുകയാണ്? വീണ്ടും അശാന്തിയും ഒരു അരക്ഷിതത്വമാണ്. അനിശ്ചിതത്വവും എല്ലാം കൂടാണ് ഗൾഫ് മേഖലയിൽ സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുടെ ആശങ്ക അതാണ്. ഇതിങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ പോയി ഇത് അവസാനിക്കും? എത്ര കണ്ടുപിടിച്ച് നിൽക്കാൻ പറ്റും? ഇന്ത്യ പോലെ ഉള്ള രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളം പോലെ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ മലയാളികൾ എത്രയോ ലക്ഷം മലയാളികളാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്. അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം തൊഴിൽ സാഹചര്യങ്ങൾ മാറി വരുന്നത് കണ്ടില്ലേ? ഒരു പക്ഷെങ്കിൽ ഒരു മാസം ഒരു പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാമായിരിക്കും അല്ലെ? ഫെബ്രുവരി 28 കഴിഞ്ഞിട്ട് എത്ര 40 ദിവസമായി, 42 ദിവസമായി യുദ്ധം തുടരുകയാണ്. അങ്ങനെ വരുമ്പോഴേ എത്ര ദിവസത്തേക്ക് പിന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? അപ്പൊ അവിടെ പറഞ്ഞ പോലെയാണ് ജോലിയുടെ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. 1 മാസത്തെ ജോലി എന്നുള്ളത് 15 ദിവസത്തെ ജോലിയാക്കി കുറയ്ക്കുന്നു. അതേപോലെ വർക്ക് ഫ്രം ഹോമിലേക്ക് മാറ്റുന്നു. ചില തൊഴിലാളികളെയൊക്കെ നിർബന്ധമായിട്ട് അവധി കൊടുത്ത് നാട്ടിലേക്ക് തിരിച്ചയക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്ന് അവിടെ നിന്നൊക്കെയുള്ള ജേർണലിസ്റ്റുകളുടെ കമന്റുകൾ നമ്മൾ കേൾക്കുന്നില്ലേ? അവരുടെ നിന്നൊക്കെയുള്ള ചില മാധ്യമങ്ങളും ജേർണലിസ്റ്റുകളും പറയുന്നുണ്ട് ഗൾഫിൽ ആ സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പക്ഷെ അതും എത്ര നാളിലേക്ക് പറ്റും? ഇതൊന്ന് തീർന്നു കിട്ടണ്ടേ? ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാലും അത് പിന്നെ 6 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും പല നോർമൽസിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് പല എണ്ണ ശേഖരം അടക്കം, പെട്രോൾ കെമിക്കൽ ശേഖരങ്ങൾ അടക്കം, അതേപോലെ തന്നെ വിമാനത്താവളങ്ങള്, സൈനിക സംവിധാനങ്ങള്, പവർ സപ്ലൈ, ഇതെല്ലാം ആക്രമിച്ച് തകർന്ന് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പുനഃസ്ഥാപിച്ചെടുക്കണ്ടേ? അപ്പൊ അതിന് സമയം വേണ്ടി വരും. അതുകൊണ്ട് മലയാളികളാണ് ശരിക്കും, മലയാളികളടക്കം ഇന്ത്യക്കാരും നല്ല ആശങ്കയുണ്ട്, എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ ഈ പറഞ്ഞ തട്ടിയും മുട്ടിയും മുന്നോട്ട് പോവുകയാണ്. അതാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ആശങ്ക.